നമസ്കാരം കൂട്ടുകാരെ. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാം അധ്യായമായ സമാന്തര വരകൾ പാരലൽ ലൈൻസിൻ്റെ പേജ് 39-ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3ാമത്തെ ചോദ്യം. അതിലേക്ക് നമുക്ക് പോവാം. 20 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമഷഡ്ഭുജം വരയ്ക്കുക. Draw a regular hexagon of perimeter 20 centimeters. അപ്പോൾ ഒരു സമഷഡ്ഭുജം എന്ന് പറയുമ്പോൾ അതിന് 6 തുല്യവശങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 20 സെൻറ്റിമീറ്ററിനെ 6 തുല്യ ഭാഗങ്ങളായി ഭാഗിക്കണം. അപ്പോൾ സമഷഡ്ഭുജം അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു വശം എത്ര നീളമായിരിക്കും? 20/6, അതായത് 10/3 സെൻറ്റിമീറ്റർ. 20നെയും 6നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 10/3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഒരു വശം 10/3 സെൻറ്റിമീറ്റർ ഉള്ള സമഷഡ്ഭുജം വരച്ചാൽ 20 സെൻറ്റിമീറ്റർ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കിട്ടും. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന തത്വം എന്താണ്? 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയെ 6 തുല്യ ഭാഗങ്ങളായി ഭാഗിക്കുന്നു സമാന്തര വരകൾ ഉപയോഗിച്ച്. ഓക്കെ. എന്നിട്ട് അതിലെ ഒരു ഭാഗം വശമായി ഹെക്സഗൺ അല്ലെങ്കിൽ സമഷഡ്ഭുജം വരയ്ക്കാം. അപ്പോൾ നിഗമനം എന്താണ്? തത്വം ഇതാണ്: ഒരേ അകലത്തിലുള്ള സമാന്തര വരകൾ ഏത് വരയെയും തുല്യ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്നു. Equidistant parallel lines divide any line into segments of equal length. ഇവിടെ നമുക്ക് 20 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വരയെ 6 ഭാഗമാക്കുക. അത് വലിയ വരയായിരിക്കുമല്ലോ. അതിന് നമുക്ക് ചെറുതാക്കാം. അതിനു വേണ്ടി എന്ത് ചെയ്യാം? 20ന് പകരം 10 സെൻറ്റിമീറ്റർ വരയെ നമുക്ക് എന്ത് ചെയ്യാം? 3 ഭാഗങ്ങളാക്കാം. 20നെ 6 ഭാഗം ആക്കുന്നതിന് പകരം 10നെ 3 ഭാഗം ആക്കിയാൽ പോരെ? അപ്പോഴും നമുക്ക് 10/3 ആണ് ഒരു വശം കിട്ടുക. രണ്ടും തുല്യമാണല്ലോ. മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 20 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നതിന് പകരം 10 സെൻറ്റിമീറ്ററിൻ്റെ വര വരച്ച് അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കി മാറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത് ആദ്യം ഒരു വശത്തിനെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ വശം ആരമായി വരുന്ന രീതിയിൽ ഒരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് ആ വൃത്തത്തിൽ 6 ബിന്ദുക്കൾ മാർക്ക് ചെയ്യുക. തുല്യ അകലത്തിലുള്ള 6 ബിന്ദുക്കൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവയെ യോജിപ്പിച്ചാൽ നമുക്ക് റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ സമഷഡ്ഭുജം കിട്ടും. ഓക്കെ. അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു ആനിമേഷൻ നോക്കൂ. അത് കഴിഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നോക്കൂ. AB 10 സെൻറ്റിമീറ്റർ, AC 6 സെൻറ്റിമീറ്റർ, AD 2 സെൻറ്റിമീറ്റർ, DE 2 സെൻറ്റിമീറ്റർ, EC 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 തുല്യ ഭാഗങ്ങളായി. ഇനി സിയും ബിയും യോജിപ്പിച്ച് ഒരു വര വരച്ചു. അതിന് സമാന്തരമായി EF എന്ന വര വരച്ചു. EFന് സമാന്തരമായി DG എന്ന വര വരച്ചു. ഇപ്പോൾ നമുക്ക്
എ ബി 3 ഭാഗങ്ങളായി മാറി. എ ജി ജി എഫ് എഫ് ബി. ഇനി എ ജി ആരമായി, റേഡിയസ് ആയി എയിൽ നിന്നും ഒരു വൃത്തം സർക്കിൾ വരയ്ക്കുന്നു. ഈ ജി എന്ന് പറയുന്നത് നമ്മുടെ ഹെക്സഗണിൻ്റെ ഒരു ബിന്ദുവാണ്, അതായത് സമഷഡ്ഭുജത്തിൻ്റെ ബിന്ദുവാണ്. ഇനി ജിയിൽ നിന്നും ഇതേ ആരം റേഡിയസിൽ നമ്മൾ ആ കറുത്ത വൃത്തത്തെ 2 ബിന്ദുക്കളിൽ മുറിക്കുകയാണ്. അതിന് ചാപം വരച്ചാൽ മതി. ഇവിടെ ഞാൻ വൃത്തം തന്നെ വരച്ചിട്ടുണ്ട്. അത് എച്ച് എന്നും ഐ എന്നും മാർക്ക് ചെയ്യുക. എച്ച് മാർക്ക് ചെയ്തു, ഐ മാർക്ക് ചെയ്തു. എച്ചിൽ നിന്നും ഇതേ ആരത്തിൽ നമ്മുടെ കറുത്ത വരയിൽ ഒരു ബിന്ദു മാർക്ക് ചെയ്യണം. അതിന് ഒരു ആർക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ചാപം വരയ്ക്കണം. അതിന് പകരം വൃത്തം വരച്ചു. ഇവിടെയാണ് മുട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് അത് നമ്മൾ ജെ എന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പോൾ 4 ബിന്ദുക്കളായി. ഇനി ജെയിൽ നിന്നും നമുക്ക് അതേ അളവിൽ കെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഒരു ആർക്ക് ചാപം വരയ്ക്കുക, അല്ലെങ്കിൽ വൃത്തം തന്നെ വരയ്ക്കാം. ആ കൂട്ടിമുട്ടുന്ന ബിന്ദു കെ ആണ്. 5 ബിന്ദുക്കളായി. ഇനി 6ാമത്തെ പോയിന്റിന് വേണ്ടി കെയിൽ നിന്നും ഇതേ അളവിൽ കറുത്ത വൃത്തത്തിൽ ബിന്ദു മാർക്ക് ചെയ്യുന്നു. അതിനുവേണ്ടി ചെറിയ ചാപം അല്ലെങ്കിൽ ഒരു ആർക്ക് വരച്ചു. അത് നമുക്ക് എൽ എന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ 6 ബിന്ദുക്കളായി. അവയെ ഇനി യോജിപ്പിക്കാം. ജി എച്ച് വരച്ചു, എച്ച് ജെ വരച്ചു, ജെ കെ വരച്ചു, കെ എൽ വരച്ചു, എൽ ഐ വരച്ചു, ഐ ജി. ഇപ്പോൾ നമുക്ക് ഒരു സമഷഡ്ഭുജം റെഗുലർ ഹെക്സഗൺ കിട്ടി. ഓക്കെ, ഇതിൻ്റെ ഓരോന്നിൻ്റെയും വശം 10/3 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. അപ്പോൾ ഒരു വശം 10/3 ആയതുകൊണ്ട് ചുറ്റളവ് 10/3 × 6, അപ്പോൾ 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മൾ 10 സെൻറ്റിമീറ്ററിൽ എ ബി എന്ന വര വരച്ചു. ഇനി എയിൽ നിന്നും 6 സെൻറ്റിമീറ്ററിൽ ഒരു എ സി എന്ന വര വരയ്ക്കുക. എങ്ങനെ വേണേലും വരയ്ക്കാം. അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കി എ ഡി ഡി ഇ ഇ സി 2 സെൻറ്റിമീറ്റർ വീതം ഭാഗിച്ചു. ഇനി നമുക്ക് സിയിൽ നിന്നും ഇയിൽ നിന്നും ഡിയിൽ നിന്നും 3 സമാന്തര വരകൾ വരയ്ക്കണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ സിയും ബിയും യോജിപ്പിച്ചു. ഇനി ഇതിന് സമാന്തരമായിട്ട് ഈ എഫ് വരയ്ക്കും. അതിന് നമ്മൾ സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ചാണ് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം. പിന്നെ ഡി ജി എന്ന സമാന്തര വര അല്ലെങ്കിൽ പാരലൽ ലൈൻ വരച്ചു. ഇപ്പം നമുക്ക് എ ജി, ജി എഫ്, എഫ് ബി അത് 3ഉം എന്തായിരിക്കും? 10/3 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി വരയ്ക്കേണ്ട റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ സമഷഡ്ഭുജത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 10/3 ആണ്. അപ്പോൾ നമ്മൾ എ ജി എന്ന വശം എടുക്കുന്നു. ഓക്കെ, ഇനി എയിൽ എ സെൻറ്ററായി അല്ലെങ്കിൽ വൃത്തകേന്ദ്രമായി എ ജി റേഡിയസ് അല്ലെങ്കിൽ ആരം വരുന്ന ഒരു വൃത്തം വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വൃത്തം വരച്ചു. ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് ജി. ഇനി ഇതേ ആരത്തിൽ നമ്മൾ ഈ വൃത്തത്തിൽ 6 ബിന്ദുക്കൾ മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ ജിയിൽ നിന്നും അതേ അളവിൽ എന്ത് ചെയ്യാണ്? ഈ കറുത്ത വൃത്തത്തിൽ 2 ആർക്ക് അല്ലെങ്കിൽ ചാപം വരയ്ക്കുക. ഇവിടെ ചാപത്തിന് പകരം ഞാനൊരു വൃത്തമാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വൃത്തം കറുത്ത വൃത്തവുമായി കൂട്ടിമുട്ടുന്ന 2 പോയിന്റുകൾ ഉണ്ടല്ലോ, അത് എച്ച് എന്നും ഐ എന്നും മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹെക്സഗണിന്റെ 3 പോയിന്റായി ജി എച്ച് ഐ. സമഷഡ്ഭുജത്തിന്റെ 3 ബിന്ദുക്കളാണ് ജി എച്ച് ഐ. ഇനി എച്ചിൽ നിന്നും ഇതേ അളവിൽ എന്ത് ചെയ്യണം? കറുത്ത വൃത്തത്തിൽ ഒരു ബിന്ദു മാർക്ക് ചെയ്യുക.
അതിന് ഒരു വൃത്തം വരച്ചാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാ, അത് നമ്മൾ ജെ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ജെയിൽ നിന്നും അതേ അളവിൽ എന്ത് ചെയ്യാം, ഒരു വൃത്തം വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, കട്ട് ചെയ്താൽ മതി. ഇവിടെയാണ് കട്ടായി വരിക. ആ ബിന്ദു എന്ത് ചെയ്യണം, കെ എന്ന് മാർക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് 1 2 3 4 5 ബിന്ദുക്കളായി. ഒരു ബിന്ദു കൂടി വേണം. അപ്പോൾ കെയിൽ നിന്ന് എന്ത് ചെയ്യുക, കറുത്ത വൃത്തത്തിൽ ഒരു ആർക്ക് അല്ലെങ്കിൽ ചാപം വരയ്ക്കുക. അപ്പോൾ ഇവിടെ ആയിരിക്കും കൂട്ടിമുട്ടുക. അത് എൽ എന്ന് മാർക്ക് ചെയ്യുക. ഇനി എല്ലിൽ നിന്ന് നിങ്ങൾ ആ അളവിൽ ഇതിലൊരു ബിന്ദു മാർക്ക് ചെയ്യാൻ ശ്രമിക്കൂ. അപ്പോൾ ഐയിലായിരിക്കും അത് കൂട്ടിമുട്ടുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് GHJKLI ഇങ്ങനെ 6 പോയിന്റുകൾ കിട്ടി. ഇനി അവയെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമഷഡ്ഭുജം കിട്ടും. ഇതാണ് സമഷഡ്ഭുജം. ഓക്കെ, ഇത് ഞാൻ ഗ്രാഫിക്കലായി കാണിക്കാൻ വേണ്ടി ചെയ്ത സമയത്താണ് എന്ത് ഇങ്ങനെ 6 അല്ല 5 വൃത്തങ്ങൾ വരയ്ക്കേണ്ടി വന്നത്. പക്ഷേ നമുക്ക് പേപ്പറിൽ വരയ്ക്കുന്ന സമയത്ത് എന്ത് മതി, ഫുൾ സർക്കിൾ, അതായത് ഫുൾ വൃത്തം വരയ്ക്കേണ്ട. അതിന് പകരം ചാപം അല്ലെങ്കിൽ ആർക്ക് മാത്രം വരച്ച് കട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ കാര്യങ്ങൾ ഒന്നുകൂടി വീഡിയോ കാണാം. ഓക്കെ, AB 10 സെന്റിമീറ്റർ, AC 6 സെന്റിമീറ്റർ, AD, DE, EC 3 ഭാഗങ്ങളായി മുറിച്ചു. CB യോജിപ്പിച്ചു. അതിന് പാരലായി സമാന്തരമായി EF വരച്ചു. EFന് സമാന്തരമായി DG വരച്ചു. ഇപ്പോൾ AB 3 തുല്യ ഭാഗമായി മാറി. അതിൽ ഒരു ഭാഗം AG എടുത്തു. A സെന്ററായി AG റേഡിയസിൽ ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുകയാണ്. സമഷഡ്ഭുജത്തിന്റെ അല്ലെങ്കിൽ റെഗുലർ ഹെക്സഗണിന്റെ ഒരു ബിന്ദു G ആയിരിക്കും. ഇനി ഈ വൃത്തത്തിൽ 5 ബിന്ദുക്കൾ കൂടി മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതേ റേഡിയസിൽ എന്ത് ചെയ്യുക, ജിയിൽ നിന്നും എച്ചും ഐയും മാർക്ക് ചെയ്യണം. അതിന് ആർക്ക് അല്ലെങ്കിൽ ചാപം വരയ്ക്കുക. അത് കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളാണ് ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. എച്ച് എന്നും ഐ എന്നും മാർക്ക് ചെയ്തു. ഇനി എച്ചിൽ നിന്നും ഇതേ ആരം അല്ലെങ്കിൽ റേഡിയസിലെ കറുത്ത ബ്ലാക്ക് സർക്കിളിൽ ജെ എന്ന ബിന്ദു മാർക്ക് ചെയ്യും. ഇതാ, അതിനുവേണ്ടി ഞാൻ ഫുൾ സർക്കിൾ വരച്ചു എന്നേ ഉള്ളൂ. ജെ കിട്ടും, മാർക്ക് ചെയ്യാം. ഇനി ഇതേ അളവിൽ തന്നെ കറുത്ത വൃത്തത്തിൽ എവിടെയാണോ കൂട്ടിമുട്ടുന്നത് നോക്കുക. അത് ഇതാ ഇവിടെയാണ്, കെ എന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ 5 ബിന്ദുക്കളായി. ഇനി 6ാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യാൻ കെയിൽ നിന്നും അതേ അളവിൽ ഒരു ആർക്ക് അല്ലെങ്കിൽ ചാപം വരച്ച് കറുത്ത വൃത്തത്തിൽ കൂട്ടിമുട്ടുന്ന ബിന്ദു എൽ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ 6 പോയിന്റുമായി. ഇനി അത് വെച്ച് സമഷഡ്ഭുജം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സമഷഡ്ഭുജം കിട്ടി. അപ്പോൾ സമഷഡ്ഭുജം കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു വശം, ആ ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിച്ചതിന് ശേഷം അതേ
ആ വശത്തിൻ്റെ നീളം വരുന്ന ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തം വരയ്ക്കുന്നു. എന്നിട്ട് അതിനെ 6 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ നമുക്ക് 6 പോയിന്റ്സ് കിട്ടും. അത് വെച്ച് നമ്മൾ സമഷഡ്ഭുജം അല്ലെങ്കിൽ റെഗുലർ ഹെക്സഗൺ വരച്ചു. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരേ കാര്യം തന്നെ 3 പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.